ഹലോ ഗായ്സ്, അപ്പോൾ ജസ്റ്റ് സഹോയിലേക്ക് എല്ലാവർക്കും അല്ലേ വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയാണെന്നല്ലേ, ഇത് നമ്മുടെ സ്വന്തം പഞ്ചാബ് ഗേൾസ്. ഇത് എവിടെയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഫോറം മാളിൻ്റെ ടോപ്പ് ഫ്ലോറിലുള്ള കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെന്നു. അവിടെ എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ആയിട്ട് ഒരു റോയൽ ഫീലൊക്കെ കിട്ടുന്നൊരു സംഭവം, അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മളവിടെ ചെന്നു. ചെന്നപ്പം സ്റ്റാർട്ടറായിട്ട് നമ്മളൊരു പ്ലാറ്റർ ഓർഡർ ചെയ്തിരുന്നത്. സോ ഗ്രിൽ ഐറ്റംസ്, അവിടുത്തെ മെയിൻ ഗ്രിൽ ഐറ്റംസ് ഒക്കെ ആയിരുന്നു. എല്ലാം ബോൺലെസ് പീസൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു കഴിക്കാൻ. ഒരു രക്ഷയില്ല, കിടിലം. അതായത് നമ്മുടെ ഇവിടെ കിട്ടുന്ന ഒരു എന്താ പറയുക, നോർമൽ ഫ്ലേവർ അല്ല, വേറെ, അതായത് കറക്റ്റ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കഴിച്ച് തീരുന്നതനുസരിച്ച് അവർ വന്ന് നമുക്ക് സെർവ് ചെയ്ത് തരും കേട്ടോ. അവരെല്ലാം നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെച്ച് തരുന്നതും എല്ലാ സാധനങ്ങളും. പിന്നെ എനിക്ക് അതിൻ്റെ ചട്നി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ചട്നിയും ആ ഓണിയൻസൊക്കെ ആയിട്ട്. പക്ഷേ ചട്നിയും ആ ഒരു ഗ്രില്ലായിട്ട് കഴിക്കാൻ അടിപൊളി, ഒരു രക്ഷയില്ല. ഇത് അയിൻ ബേബിക്ക് സ്വന്തമായിട്ട് മുറിച്ച് കഴിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ കടന്ന് യുദ്ധമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ മുറിച്ച് കൊടുത്തു. പക്ഷെ മുറിച്ച് കൊടുത്ത പീസ് അവൾക്ക് വേണ്ട, അവൾക്ക് സ്വന്തമായിട്ട് മുറിച്ച് കഴിക്കണം. അങ്ങനെ അതിൻ്റെ യുദ്ധമായിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ടർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ നല്ല ചൂട് നമ്മുടെ റൊട്ടി കൊണ്ടുവന്ന്, റൊട്ടി വിത്ത് ബട്ടർ ചിക്കൻ. സോ ബട്ടർ ചിക്കൻ എന്ന് പറയുന്നത് ഇതാണല്ലോ ബട്ടർ ചിക്കൻ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം വെച്ചാൽ ഒരു ബന്ധമില്ല കേട്ടോ. അതായത് നമ്മൾ ഇവിടെ കഴിക്കുന്നതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇല്ല, നമ്മുടെ ഇവിടുത്തെയും കൊള്ളത്തില്ലെന്നല്ല, ഇവിടുത്തെയും നല്ലതാണ്. അത് വേറൊരു ഫ്ലേവർ. ആക്ച്വലി ഇതാണോ ബട്ടർ ചിക്കൻ എന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ സംഭവം അടിപൊളിയായിരുന്നു. ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.